അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഷമീറിൻ്റെയും ആയിഷയുടെയും കല്യാണമാണ് നാളെ. ആ നാടൊട്ടാകെ ആ കല്യാണം പറഞ്ഞിട്ടുണ്ട്. DGP സാറിൻ്റെ ഒരേ ഒരു മകളായ ആയിഷയുടെ കല്യാണം നാടറിഞ്ഞ് നടത്തണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ പാവപ്പെട്ട ഷമീർ, അതെ, അവനോട് ആദ്യമേ സാർ പറഞ്ഞിരുന്നു, ഷമീർ, നീ വിളിക്കാനുള്ളവരൊക്കെ വിളിച്ചോളൂ, എന്നിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയണം. കല്യാണവും സൽക്കാരവും എല്ലാം നമുക്ക് അവിടെ വെച്ച് നടത്താം. പിന്നീട് അതിനുശേഷം മണവാട്ടിയെ നിൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരമോ രാത്രിയോ കൊണ്ടുപോകാം. എല്ലാ പരിപാടികളും എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ആക്കാം. കാരണം അത്രക്കും വിശാലമായ സ്ഥലമുണ്ടാകുമ്പോൾ നമുക്ക് മറ്റൊരു ഓഡിറ്റോറിയത്തിൻ്റെ ആവശ്യമില്ല. അതിനനുസരിച്ച് തന്നെ അതാ അവിടുത്തെ കല്യാണം വളരെയധികം ഉഷാറായി നടക്കുകയാണ്. കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി എല്ലാവർക്കും അതൊരു ചർച്ചയായിരുന്നു. കാരണം എവിടെയൊക്കെ എന്ന് വെച്ചാൽ ആ വാർത്ത ഓരോ വീട്ടിലും, ചായക്കടകളിലും, ബസ് സ്റ്റാൻഡുകളിലും, ഓഫീസുകളിലും, പള്ളിയുടെ മുറ്റത്തും, മാർക്കറ്റുകളിലും എല്ലാവരും അതുതന്നെയായിരുന്നു സംസാരിച്ചത്. കാരണം അൺലിമിറ്റഡാണ്, ആ നാട്ടുകാർക്കെല്ലാം അതിൽ പങ്കെടുക്കാം. കാരണം അതൊരു സാധാരണ വിവാഹമായിരുന്നില്ല. സമ്പത്തിൻ്റെ അഹങ്കാരമില്ലാതെ, പദവിയുടെ പൊങ്ങച്ചമില്ലാതെ, മനുഷ്യസ്നേഹത്തിൻ്റെ വില ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു വിവാഹമായിരുന്നു അത്. വധു DGP സാറിൻ്റെ പ്രിയപ്പെട്ട മകൾ ആയിഷ, വരൻ ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന നല്ല സ്വഭാവവും പരിശ്രമവും മാത്രം സമ്പത്തായ പാവപ്പെട്ട യുവാവ് SA ഷമീർ. ഷമീറിൻ്റെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ മൺമുറ്റം, പഴക്കം തോന്നിക്കുന്ന ചുവരുകൾ, മഴ പെയ്താൽ ചിലയിടങ്ങളിൽ വെള്ളമൊലിക്കുന്ന മേൽക്കൂര. എന്നാൽ ആ വീട്ടിൽ കുറവില്ലാതിരുന്നത് സ്നേഹവും ആത്മാഭിമാനവും അള്ളാഹുവിലുള്ള വിശ്വാസവുമായിരുന്നു. ഷമീറിൻ്റെ ഉമ്മ പലപ്പോഴും പറയുമായിരുന്നു, മോനെ, നമുക്ക് പണമില്ല, പക്ഷെ ആരുടെയും മുമ്പിൽ തല കുനിക്കേണ്ട ജീവിതം നമുക്ക് വേണ്ട. ആ വാക്കുകൾ ഷമീറിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ച ദിവസം ഷമീർ വിനയത്തോടെ DGP സാറിനോട് പറഞ്ഞു, സർ, ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും ആളുകളെ സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ ഒരു ഓഡിറ്റോറിയം ഞാൻ എടുക്കട്ടെ. എന്നാൽ DGP സാർ പറയുകയാണ്, എൻ്റെ പൊന്നു മോനെ, എന്തിനാണ് ഓഡിറ്റോറിയം? ഈ വീട് ഇല്ലേ, എൻ്റെ വീടുണ്ടല്ലോ ഇഷ്ടം പോലെ സൗകര്യമുള്ള, എല്ലാം നമുക്ക് അവിടെ വെച്ച് തന്നെ നടത്താം. സാർ, ഉമ്മക്ക് അത് മോനെ, ഉമ്മയോടും പറയണം. അതെ, ഒരു കാര്യം നിങ്ങൾ അറിയേണ്ട, 5 പൈസയും ചിലവാക്കണ്ട, എല്ലാം എനിക്ക് ഒരേ ഒരു മോളല്ലേ ഉള്ളൂ. പൊന്നു മോനെ, അതിന് സമ്മതിക്കണം. DGP സാർ ഒന്ന് പുഞ്ചിരിച്ചു, ഷമീറേ, ഇനി ഇതെൻ്റെ വീട്ടിലെ കല്യാണമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ കല്യാണമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഷമീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മയും സന്തോഷ കണ്ണീർ തുടച്ചു. അങ്ങനെ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. DGP സാറിൻ്റെ വിശാലമായ കൊട്ടാരം ശരിക്കും വലിയൊരു ഉത്സവ ഭൂമിയായി മാറിയിരിക്കുകയാണ്. വീട്ടിലേക്കുള്ള വഴികൾ മുഴുവനും മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചു. പൂക്കളാൽ നിർമ്മിച്ച വലിയ സ്വാഗത കവാടം, വർണ്ണശബളമായ അലങ്കാരങ്ങൾ, തെളിഞ്ഞു നിൽക്കുന്ന വിളക്കുകൾ, കുട്ടികൾ ഓടി നടക്കുന്നു, ബന്ധുക്കൾ തിരക്കിലാണ്. അടുക്കള ഭാഗത്ത് വേറെ ലോകം. വലിയ വലിയ പാത്രങ്ങളിൽ ബിരിയാണി തയ്യാറാക്കുന്നു. മന്തിയുടെ സുഗന്ധം കാറ്റിൽ പരക്കുന്നു. മജ്ബൂസ് പതുക്കെ വേവുകയാണ്. ഷവർമ്മയ്ക്ക് വേണ്ടി ചിക്കൻ നിരത്തി വച്ചിരിക്കുന്നു. ബ്രോസ്റ്റ് പൊരിക്കാൻ വലിയ സംവിധാനങ്ങൾ. ഷവായ ചിക്കൻ, കരിയുന്ന മണം എല്ലാവരുടെയും വിശപ്പ് കൂട്ടി. അതുമാത്രവുമല്ല, പലതരം ഫ്രൈകൾ, സാലഡുകൾ, ജ്യൂസുകൾ, മധുര പലഹാരങ്ങൾ, പലതരം പായസങ്ങൾ, ഐസ്ക്രീമുകളുടെ പ്രത്യേക കൗണ്ടർ, ചെറുപ്പക്കാർ നിന്ന് പ്രായമായവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിഭവങ്ങൾ. അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ പോലും അത്ഭുതപ്പെട്ടു. ഇത്രയും വലിയ ഒരുക്കം ഞങ്ങൾ ജീവിതത്തിൽ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഫുഡ് ഐറ്റംസ് ഒരുക്കാനൊക്കെ പ്രത്യേകം യൂണിഫോം ഇട്ട ആളുകൾ. DGP സാർ ഇടയ്ക്കിടെ എല്ലാവരുടെയും അടുത്ത് ചെന്ന് ചോദിക്കും, എന്തെങ്കിലും കുറവുണ്ടോ? ആരും ഒരേ ഒരു മറുപടിയാണ് പറഞ്ഞത്, ഒന്നിനും കുറവില്ല സാർ, എല്ലാം ഉണ്ട്. പിന്നെ എന്ത് കുറവുണ്ടെങ്കിലും പറയണം കേട്ടോ, നമുക്ക് സാധനം ഇവിടെ എത്തിക്കാം. വീട്ടിലെ ഓരോ ജോലിക്കാരോടും അദ്ദേഹം വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറിയത്. ആരും ക്ഷീണിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ചായയും ഭക്ഷണവും എത്തിച്ചു. അതേസമയം ചെറിയ കുടിലിൽ ഷമീറും ഉമ്മയും ഇരിക്കുകയായിരുന്നു. വീട്ടിൽ വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ മനസ്സിൽ നിറഞ്ഞ സന്തോഷം. ഉമ്മ ഷമീറിനെ നോക്കി പറഞ്ഞു, മോനെ, അള്ളാഹു എത്ര അനുഗ്രഹമാണ് എൻ്റെ കുട്ടിക്ക് തന്നത്. ഷമീർ പതുക്കെ ചിരിച്ചു, ഉമ്മ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ കരുണയാണ്.
രണ്ടുപേരും കൈകൾ ഉയർത്തി ദുആ ചെയ്തു. യാ അല്ലാ, ഈ വിവാഹം ബർക്കത്തുള്ളതാക്കണേ, രണ്ട് കുടുംബങ്ങളും സന്തോഷത്തോടെ ഒന്നിപ്പിക്കണേ. അന്നേരം DGP സാറിന്റെ വീട്ടിൽ അതിഥികൾ എത്തിത്തുടങ്ങുകയാണ്. ഓരോരുത്തരെയും DGP സാർ സ്വയം സ്വീകരിച്ചു. പുഞ്ചിരിയോടെ കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ചു. സ്വാഗതം, നിങ്ങൾ വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ എത്തിയല്ലോ, സന്തോഷം. ആയിഷ തൻ്റെ മുറിയിലിരിക്കുകയായിരുന്നു. വിവാഹ വസ്ത്രം ഒരുക്കി വെച്ചിരിക്കുന്നു, അലങ്കാരങ്ങളെല്ലാം തയ്യാറായി. എന്നാൽ അവളുടെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. നാളെ മുതൽ ഞാൻ ഷമീറിൻ്റെ ജീവിത പങ്കാളിയാവും. ആ ചിന്തയിൽ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നനഞ്ഞു. അവൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ജീവിതം സ്നേഹവും സമാധാനവും നിറഞ്ഞതാകണേ അല്ലാ. രാത്രി കൂടുതൽ ശാന്തമായി. കൊട്ടാരത്തിലെ ലൈറ്റുകൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി. അതേസമയം ഷമീറിന്റെ ചെറിയ കുടിലിലും ഒരു ചെറിയ വിളക്ക് തെളിഞ്ഞിരുന്നു. സമ്പത്തിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും രണ്ട് വീടുകൾക്കും ഒരേ വികാരമായിരുന്നു: പ്രതീക്ഷ, സന്തോഷം, പ്രാർത്ഥന. ഒരു പുതിയ ജീവിതം തുടങ്ങാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ സ്നേഹം. അങ്ങനെ ആ രാത്രി അവസാനത്തിലേക്ക് നീങ്ങി. ആരും ഉറങ്ങാൻ ആഗ്രഹിച്ചില്ല. കാരണം എല്ലാവരും കാത്തിരുന്നത് ഒരേയൊരു നിമിഷത്തിനായിരുന്നു: നാളത്തെ പുലരി. ആ പുലരിയോടൊപ്പം ആയിഷയും ഷമീറും ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് കൈകോർക്കുന്ന പുണ്യമുഹൂർത്തം. ഏകദേശം വൈകുന്നേരമായാൻ തുടങ്ങിയപ്പോൾ തന്നെ DGP സാറിന്റെ വിശാലമായ കൊട്ടാരം ആയിരക്കണക്കിന് വിളക്കുകളുടെ പ്രകാശത്തിൽ തിളങ്ങി. മുറ്റം മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. റോസാപ്പൂക്കളും മുല്ലപ്പൂവും ചെണ്ടുമല്ലിയും ചേർന്ന അലങ്കാരങ്ങൾ കാറ്റിൽ മണം പരത്തി. വീട്ടുമുറ്റത്ത് മനോഹരമായൊരു വേദി ഒരുക്കിയിരുന്നു. ഇന്ന് വിവാഹമല്ല, പക്ഷെ അതിനേക്കാൾ സന്തോഷം നിറഞ്ഞ രാത്രിയായിരുന്നു ആയിഷയുടെ മൈലാഞ്ചി രാത്രി. DGP സാറിന്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു: എൻ്റെ മകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണ് ഞാൻ ഇന്ന് സമ്മാനിക്കേണ്ടത്. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പുള്ള എല്ലാ ചടങ്ങുകളും വളരെയധികം മനോഹരമായി നടത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. ബ്രൈഡ് ടു ബി ആഘോഷം, മഞ്ഞൾ കല്യാണം, മൈലാഞ്ചി രാത്രി, കുടുംബ സംഗമം, ഫോട്ടോ സെഷനുകൾ. ഓരോ ചടങ്ങിനും വ്യത്യസ്തമായ അലങ്കാരം, വ്യത്യസ്തമായ വിഭവങ്ങൾ, വ്യത്യസ്തമായ വസ്ത്രങ്ങൾ. അതെല്ലാം DGP സാറിന്റെ വകയായിരുന്നു. അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഡ്രസ്സുകൾ നൽകിയിരുന്നു. അതിഥികൾക്ക് പോലും അവർ ഇഷ്ടമുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ പ്രത്യേകം തയ്യാറാക്കി നൽകിയിരുന്നു. ഓരോരുത്തരും ഈ ദിവസത്തെ സന്തോഷത്തോടെ ഓർക്കണം, DGP സാർ പുഞ്ചിരിയോടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നു. വീട്ടിലേക്ക് അതിഥികൾ ഒഴുകിയെത്തി. സ്ത്രീകൾ സന്തോഷത്തോടെ സംസാരിക്കുന്നു, കുട്ടികൾ ഓടിക്കളിക്കുന്നു, യുവാക്കൾ ഫോട്ടോകൾ എടുക്കുന്നു. മുറ്റം മുഴുവൻ ചിരിയുടെ ശബ്ദം. വേദിയുടെ നടുവിലേക്ക് പതുക്കെ നടന്നു വന്നു ആയിഷ. പച്ചയും സ്വർണ്ണ നിറവും ചേർന്ന മനോഹരമായ വസ്ത്രം, കഴുത്തിൽ ആഭരണങ്ങൾ, മുഖത്ത് നാണത്തിന്റെ പുഞ്ചിരി. അവളെ കണ്ട നിമിഷം എല്ലാവരും ഒരു നിമിഷം മിണ്ടാതെയായി. മാഷാ അല്ലാ എന്ന വാക്കുകൾ പലരുടെയും അതിരങ്ങളിൽ നിന്ന് ഒരുമിച്ചുയർന്നു. DGP സാറിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇന്നലെ വരെ എൻ്റെ വിരൽ പിടിച്ച് നടന്ന എൻ്റെ കുഞ്ഞാണ്, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. ആയിഷയെ മൈലാഞ്ചി ഇരിപ്പിടത്തിലിരുത്തി. പ്രശസ്തരായ മൈലാഞ്ചി ആർട്ടിസ്റ്റുകൾ അവളുടെ കൈകളിൽ മനോഹരമായ ഡിസൈനുകൾ വരക്കാൻ തുടങ്ങി. പൂക്കളും വള്ളികളും ഇലകളും ചേർന്ന അലങ്കാരങ്ങൾ. ഒരു കൈയുടെ നടുവിൽ ചെറുതായി ഷമീർ എന്ന പേര് ഒളിപ്പിച്ചു, മറ്റേ കൈയിൽ ആയിഷ. ഇത് കണ്ടപ്പോൾ കൂട്ടുകാർ കളിയാക്കി. നാളെ വരൻ ആദ്യം ഈ പേര് കണ്ടെത്തണം. ആയിഷ നാണത്തോടെ തല താഴ്ത്തി. മൈലാഞ്ചിയുടെ നിറം കൈകളിലാകെ പടരാൻ തുടങ്ങി. ആ കൈകളിലേക്ക് അവൾ കുറച്ചു നേരം നോക്കി നിന്നു. മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു. ഒരു ചെറിയ കുടിൽ, മുറ്റത്ത് പൂച്ചെടികൾ, വാതിൽക്കൽ നിന്നുകൊണ്ട് പുഞ്ചിരിക്കുന്ന ഷമീർ. ഇനി മൈലാഞ്ചിയുള്ള കൈകൾ കൊണ്ടായിരിക്കും ഞാൻ ആ വീട്ടിലേക്ക് കയറി പോകുന്നത്. ആ ചിന്ത അവളുടെ മനസ്സിൽ, അവളുടെ ഹൃദയം നിറച്ചു. യാ അല്ലാ, ഈ കൈകൾ എന്നും ഭർത്താവിന്റെ സന്തോഷത്തിന്റെയും കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൈകളാകട്ടെ. അവൾ നിശബ്ദമായി പ്രാർത്ഥിച്ചു. അതിനിടെ ആഘോഷം കൂടുതൽ വർണ്ണാഭമായി. സ്ത്രീകൾ ഒപ്പന പാടുന്നു, കയ്യടി ഉയരുന്നു. പെൺകുട്ടികൾ സന്തോഷത്തോടെ അതാ ഒപ്പന കളിക്കുന്നു. ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തപ്പെട്ടു. DGP സാർ പ്രത്യേകമായി പറഞ്ഞിരുന്നു, ഒരു നിമിഷം പോലും നഷ്ടമാക്കരുത്. ഫോട്ടോഗ്രാഫർമാർ ഓരോ പുഞ്ചിരിയും, ഓരോ കണ്ണീരും, ഓരോ വികാരവും ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഭക്ഷണ സമയം. മൈലാഞ്ചി ചടങ്ങിനായി മാത്രം പ്രത്യേക വിഭവങ്ങൾ. ചൂടോടെ മന്തി, സുഗന്ധം നിറഞ്ഞ ബിരിയാണി, മജ്ബൂസ്, ഷവർമ, ബ്രോസ്റ്റ്, ഷവായ, ചിക്കൻ, കബാബുകൾ, പലതരം ഫ്രൈകൾ, ജ്യൂസുകൾ, പഴവർഗ്ഗങ്ങൾ.
പായസങ്ങൾ, ഐസ്ക്രീമുകൾ, മധുര പലഹാരങ്ങൾ. അതിഥികൾ എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. DGP സാർ ഓരോ മേശയിലും ചെന്ന് ഭക്ഷണം ഇഷ്ടായോ? എല്ലാവർക്കും ഒരേ മറുപടി, ഇത് ഒരു വിവാഹമായിരുന്നില്ല സാർ, ഒരു രാജകീയ സൽക്കാരമാണ്. പലരും അങ്ങനെ പറയുന്നു. അതേസമയം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് നൂറയുടെ വീട്ടിലും വിവാഹത്തിന് പോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. പക്ഷെ ആ വീട്ടിൽ സന്തോഷത്തേക്കാൾ വേദനയായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നത്. നൂറയെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു, മോളെ, ആ നാളെ കേട്ടോ ആ കല്യാണത്തിന് ദിവസം. ഉമ്മ, ഏത് കല്യാണം? അതെ, ഇവിടെ നാടൊട്ടാകുള്ള കല്യാണാണ്. പിന്നെ ചെറിയൊരു നമുക്ക് കുറച്ച് പരിചയമുണ്ട്. ഇവിടുത്തെ DGP സാർ എന്ന് പറഞ്ഞാൽ വലിയ നല്ല ദാനധർമ്മശീലനുമാണ്, എല്ലാം കൊണ്ട് നല്ലതാണ്. ഉമ്മ, അത് ഞാൻ വരണോ? പിന്നെ മോളെ, നീ ഇല്ലാതെ നീ വരണേ. അപ്പോൾ അതാ അവളുടെ ഭർത്താവ് അവൻ്റെ ഉമ്മയെ വിളിച്ചു. ഉമ്മ, എന്താടാ? അതെ, നാളെ DGP സാറിൻ്റെ വീട്ടിലെ കല്യാണമാണ്. പക്ഷേ നിങ്ങൾ അവളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവൾ എൻ്റെ ഭാര്യയാണെന്ന് ആരോടും പറയരുത്, മനസ്സിലായല്ലോ? ഉമ്മ അമ്പരെന്നോ. പിന്നെ എന്താണ് മോനെ പറയേണ്ടത്? വീട്ടിലെ ജോലിക്കാരിയാണെന്ന് പറഞ്ഞാൽ മതി. ആ വാക്കുകൾ കേട്ട നിമിഷം ഉമ്മയുടെ ഹൃദയം തകർന്നു. തൻ്റെ മകൻ്റെ മോശമായ ഈ സ്വഭാവം കണ്ടിട്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അതെ, മരുമകൾ നൂറ കാണാതിരിക്കുവാൻ വേണ്ടിയിട്ട് കണ്ണുനീർ തുടച്ചു. അല്ലാഹുവേ, മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് അപമാനം വന്നാലും നിന്റെ മുന്നിൽ മാത്രം എൻ്റെ അന്തസ്സ് നീ കാത്തു സൂക്ഷിക്കണമേ അല്ലാ, അവർ മനസ്സിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ഇതേ സമയം ഷാഹുലിൻ്റെ വീട്ടിലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു. നാളെ പോണം മോനെ കല്യാണത്തിന്. എടി സീനത്തെ, ഈ വരുന്നില്ലേ? ഞാൻ നിങ്ങളെ എവിടുന്നെങ്കിലും കണ്ടറിഞ്ഞ കല്യാണത്തിന് വേണ്ടി വരികയല്ലേ? പിന്നെ ആ പോലീസുകാരൻ്റെ കല്യാണമല്ലേ? വേണ്ട, ഞാൻ ഇല്ല. എന്താന്നില്ല, ഞാൻ അങ്ങനെ പൊട്ടത്തിയാളമാതിരി അങ്ങോട്ട് കല്യാണത്തിന് വരിക. മോളെ, എന്നെ കുറേ ചോദിച്ചു, നീ വേണ്ടാന്ന് വെച്ചിട്ടില്ല. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ? ഞാൻ വരണമെന്നില്ല കല്യാണത്തിക്ക്, വേറെ വഴിക്ക് പോവാണ്ട്. അല്ല, പിന്നെ ഞങ്ങളുടെ ഒരു കല്യാണം ആ ഒരു ചെറ്റക്കുടിലല്ലേ? ചെറ്റക്കുടിലത്തെ അവിടേക്കല്ലേ കല്യാണം എത്രയായാലും. അവിടെ എത്ര ദിവസം ഓള് നിൽക്കുമെന്ന് കാണണം. വല്ലാതെ ഓള് നിൽക്കൂല. ശരിക്കും ഉമ്മാക്ക് സങ്കടം തോന്നി. മോളെ, അങ്ങനൊന്നും പറയല്ലോ, ഓര് ജീവിക്കണോന്ന് ജീവിച്ചോട്ടെ. എൻ്റെ ജീവിതം ജേതാലും തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ അടക്കിക്കണേ. ഓലെങ്ങനെ ജീവിച്ചോട്ടെ. അത് എത്ര ദിവസം DGP സാറിൻ്റെ മോൾ അവിടെ ഇങ്ങോട്ട് ആ കുടിലിൽ എത്ര ദിവസം നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്നാൽ ഈ സമയം ആ രാത്രിയുടെ അവസാനത്തിൽ ആയിഷ വീണ്ടും തൻ്റെ മൈലാഞ്ചി പൂശിയ കൈകളിലേക്ക് നോക്കി. മൈലാഞ്ചിയുടെ നിറം കൂടുതൽ ഇരുണ്ടിരുന്നു. അവൾ മെല്ലെ പുഞ്ചിരിച്ചു. ഇൻഷാ അല്ലാ, നാളെ മുതൽ ഞാൻ ഷമീറിൻ്റെ ജീവിത സഖിയാവും. ആ വാക്കുകളോടെ അവൾ കണ്ണുകൾ അടച്ചു. പുറത്ത് ആഘോഷങ്ങളുടെ ശബ്ദം തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ആരും അറിയാതെ നാളത്തെ വിവാഹദിനം പലരുടെയും ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം അതാ സീനത്തിൻ്റെ ഉമ്മാക്ക് സമാധാനമില്ല. റബ്ബേ, അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മോനെ ഷാഹുൽ എന്താടാ ചെയ്യുക? ഉമ്മ, വരുന്നവർ വന്നാൽ മതി, അല്ല എന്താ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. എങ്ങനെ വരാനാ? അവൾ തന്നെയല്ലേ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചത്. ഉമ്മ, എന്ത് നല്ല രീതിയിൽ നല്ല മട്ടത്തിന് കഴിഞ്ഞു പോവുമല്ലായിരുന്നോ? നല്ല മനുഷ്യനാണ്. പിന്നെ ഉമ്മ, അവിടെ ഒരു ചെറിയ കുടിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് അവരുടെ ഉമ്മയുടെയൊക്കെ സ്വപ്നമാണ്. അതുപോലെ തന്നെ ഷമീർ ആ വയലിൻ്റെ ഇടയിൽ ആ ചെറിയ കൊച്ചു കുടിലിൽ ജീവിക്കുമ്പോഴുള്ള സന്തോഷം ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ DGP സാറിന് സ്വന്തമായി ഫ്ലാറ്റ് ഉണ്ട്. അതിൽ ഏത് റൂമിലും തൻ്റെ മകൾക്കും മരുമകൻക്കും താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടതിൽ. അവർക്ക് ഏത് ഫ്ലാറ്റ്, എത്രയോ ഹൈറ്റിലുള്ള ഫ്ലാറ്റാണ് അവർക്കുള്ളത്. അതൊക്കെ ഇഷ്ടമുള്ളിടത്ത് മോൾക്ക് താമസിക്കുക, അല്ലാതെ ചെറ്റക്കുടിലിൽ മാത്രമൊന്നല്ല. അതൊക്കെ അവളുടെ ഇഷ്ടപ്രകാരമാണ് അവൾ അതിന് തയ്യാറാകുന്നത്. എന്നാൽ അത് കേട്ട് പുച്ഛിച്ചുകൊണ്ട് സീനത്ത്, പിന്നെ വലിയ ഫ്ലാറ്റും കാര്യങ്ങളും എന്തായാലും വേണ്ടില്ല, ഞാൻ അതിന് രക്ഷപ്പെട്ടത്, എനിക്ക് ഇഷ്ടമല്ല തീരെ. പിന്നെ എന്താന്നില്ലേ, നിങ്ങളെല്ലാവരും കൂടി ഇന്നെ അങ്ങോട്ട് തള്ളിയിടാൻ നോക്കിയിരുന്നില്ലേ? നടന്നീലത്. ഞാൻ അപ്പോൾ ഇവിടെ നിന്നിട്ട് എന്താ, എനിക്ക് എൻ്റെ അമ്മയും ബാപ്പ ഉണ്ടാക്കിയൊരു വീട് ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ സുഖസുന്ദരമായി കഴിയും. ആരും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയാലും ഞാൻ പോവില്ല. ശരിക്കും അതാ ഷാഹുലിനെ കൊള്ളയായിരുന്നു ആ ഒരു വാക്ക്. ഷാഹുലിനിട്ട് പെണ്ണിട്ട് ഇവിടെ സുഖമായി ജീവിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള വിളവനാണ്. എന്താ ഓന് സാധനം എന്നോ? എന്നാൽ ഷാഹുൽ ശരിക്കും ഞെട്ടി. പഠിച്ചോനെ, സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല
സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അവൾ എന്നോട് പറയുന്നത് റബ്ബേ. എന്നാൽ ഈ സമയം അതാ പാവം നൂറ അന്നും അതാ ആ കോണിപ്പടികളിൽ ചെന്നിരുന്നു. ഉമ്മ അറിഞ്ഞില്ല. എന്നാൽ അവളുടെ കൈ തട്ടി എന്തോ ഒന്ന് താഴേക്ക് വീണു. മോളെ, പൂച്ചൻ്റെ അവിടെ ഒന്ന് നോക്കിക്കേ. ഉമ്മ ലൈറ്റിട്ടപ്പോൾ കണ്ടത് കോണിപ്പടിയിൽ ഇരിക്കുന്ന നൂറയെയാണ്. അല്ല നൂറ, എന്താ അവിടെ ഇരിക്കണത്? ഉമ്മ ഒന്നുമില്ല. എന്തേടി, റൂമൊക്കെ ഈ പോണില്ലേ ഉമ്മ? എന്നാൽ അവൻ ഉറക്കെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഉമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇവിടെ കൊണ്ടുവരുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒന്ന് കരുതി നിങ്ങൾ കൊണ്ടുവരുതെന്ന്. എൻ്റെ പൊന്നാര ചക്കച്ചി എന്താ ഈ പറയണത്? അപ്പം ഇന്നലൊക്കെ. എന്നാൽ അവൾ ഒന്നും മിണ്ടില്ല. മോളോട് ഇറങ്ങിപ്പോന്നാ. പഠിച്ചോനെ, വല്ലാത്തൊരു പുതുമന്നെ. ഉമ്മ അത് കണ്ട് ഞെട്ടി. മോളെ, ഇങ്ങോട്ട് കിടന്ന മോളെ, ഇതാ ഇവിടെ കട്ടിലും കിടക്കൊക്കെ കോണിമ്മലാണ് ഇജ്ജ് കിടന്നുറങ്ങിൻ്റെ ഇന്നലെ. പഠിച്ചോൻ, ആ തണുപ്പത്ത് ഇങ്ങോട്ട് പോന്നാ. ഉമ്മ ഞാനിവിടെ. അവൾ സങ്കടത്തോടെ പറഞ്ഞു. മോളോണ്ട് വന്നാ. അങ്ങനെ ഇതാ ഉമ്മയുടെ കൂടെ ആ ബെഡിൻ്റെ അരികിലായിട്ട് അവളോട് കിടക്കാൻ പറയുന്നു. ഉമ്മയുടെ സ്നേഹം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, ഓൻ അങ്ങനെ പറയണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഓൻ പറഞ്ഞേച്ച് കേട്ടക്കണാ? ഉമ്മ ഞാൻ കേട്ടുമല്ല. അതായത് ഇക്കാൻ്റെ ഭാര്യ എന്ന് പറയരുതെന്നല്ലേ? മോളെ, അത് സാരല്ല. ഓൻ്റെ മനസ്സ് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഉമ്മാൻ്റെ കുട്ടീനെ ഞാൻ നോക്കിക്കൊണ്ടിട്ടാ. നമുക്ക് നാളെ കല്യാണത്തിന് പോകണം. എന്നെ എവിടൊക്കെ പോവുകയാണെങ്കിൽ എന്നെ ഞാൻ കൊണ്ടുപോകും. ജിൻ്റെ മോളാണ്. സ്നേഹത്തോടെ ആ ഉമ്മ അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും ഇല്ലാത്ത സ്നേഹം തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മക്ക് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൾ പടച്ച റബ്ബിനോട് നന്ദി പറഞ്ഞു. അവൾ സമാധാനപ്പെട്ടു. മോളെ, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എൻ്റെ മോളാണ് കേട്ടോ ജ്. ഓൻ എന്തെന്നെ കടുപ്പം കാട്ടുകയാണെങ്കിൽ ഇനി ഫൗസി എന്ത് വന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മോള് വിഷമിക്കരുത് കേട്ടോ. ഉമ്മാക്ക് എന്നോട് സ്നേഹമുണ്ട്. മരിക്കോളം ഈ സ്നേഹം ഉണ്ടാവും. അപ്പോഴത്തിനും അവൻ്റെ മനസ്സൊക്കെ മാറി വരട്ടെ കേട്ടോ. ശരിക്കും അതാ ഉമ്മ അവളെ ചേർത്ത് പിടിച്ചു. അവൾ വിതുമ്പി, മോൾ കരയണ്ട, നല്ല രീതിയിൽ ഉറങ്ങിക്കൂടെ, നാളെ കല്യാണത്തിന് പോകണട്ടോ. അങ്ങനെ അതാ DGP സാറിൻ്റെ മകൾ ആയിഷയുടെയും SA ഷമീറിൻ്റെയും കല്യാണത്തിൻ്റെ തിരക്കുകൾ. എല്ലാവരും നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ നാളെയാണ് നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഷമീറിൻ്റെയും ആയിഷയുടെയും നിക്കാഹ്. ഒരു പക്ഷേ ധിക്കാരിയായ സീനത്ത് ഷമീറിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതും വലിയൊരു ഭാഗ്യം തന്നെയായിരിക്കും. മറ്റത് അതെ, ഷമീറും കഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച സീനത്ത്, ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാത്ത സീനത്ത്, അങ്ങനെ ഒരു പെണ്ണിനെ അത് നമ്മുടെ SA സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതും വലിയൊരു നിയമത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാ നമുക്ക് നാളെ ബാക്കി ഭാഗം കാണാം. നമ്മുടെ ഷമീർ ഏറെ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ആയിഷ ഏറെ ആഗ്രഹിച്ച തൻ്റെ പ്രിയപ്പെട്ട SA സാറിൻ്റെ കല്യാണം, അദ്ദേഹത്തിൻ്റെ ആ കൊച്ചുകുടിലിൽ, അതെ ആ ഒരു അന്തിയുറക്കം, ആ സ്വപ്നങ്ങളിൽ അവൾ ആ ദിവസം ആ രാത്രി അതിൽ മുഴുകി, അതിലേക്ക് അവൾ മയങ്ങി വീണു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറേ സ്റ്റോറികൾ പറയുമ്പോഴേ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളെ നേരത്തെ എൻ്റെ ഉസ്താദ് എന്നുള്ള സ്റ്റോറിയിൽ ഇന്നലെ അവന് സഫീർ ഓട്ടോയിൽ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ പറഞ്ഞു നടന്നു വന്നു എന്ന്. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു അത് വിചാരിച്ചത്. പക്ഷെ അത് തെറ്റിപ്പോയി, മറന്ന് ഞാൻ പോയിട്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, എൻ്റെ ഭാഗത്ത് തെറ്റി പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് 3-4 സ്റ്റോറികളൊക്കെ ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പം മാറിപ്പോട്ടെ. അതുപോലെ പേര് മാറിപ്പോകും, ചിലപ്പോൾ മറക്കുമ്പോൾ ഒരു പേരാണ്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നാളെ നമ്മുടെ SA ഷമീറിൻ്റെയും നമ്മുടെ ഐഷയുടെയും കല്യാണത്തിന് വേണ്ടി കാതോർത്തിരിക്കാം. അപ്പോൾ എല്ലാവരും അവർക്കൊരു മംഗളാശംസകൾ നേർന്നോളൂ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.